ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രണ്ട്ലി PSC. ഞാൻ ആര്യ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് യൂറോപ്യന്മാരുടെ ആഗമനം, യൂറോപ്യന്മാരുടെ സംഭാവന ഇത് ലൈവായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് വൈകിട്ട് 7:30-ക്ക്. അപ്പോൾ പോർച്ചുഗീസുകാരുടെ വരവും അവരുടെ സംഭാവനയും നമ്മൾ നല്ല വിശദമായിട്ട് നല്ല കഥകളിലൂടെ വളരെ കോമഡി ആയിട്ട് കോഡുകളൊക്കെ ഉൾപ്പെടുത്തി പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓടിച്ച് പറയുകയാണ്, അതായത് ഒരു ചെറിയൊരു റിവിഷൻ പോലെ. അപ്പോൾ ആദ്യമായിട്ട് ക്ലാസ് കാണുന്നവർ, നിങ്ങൾക്ക് വിശദമായിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് കാണാം. ഇപ്പോൾ ചിലർക്ക് ഇന്നേൻ്റെ ഉത്തരം എന്നതാണ്, ഇന്നേൻ്റെ ഉത്തരം ഇന്നതാണെന്ന് പഠിച്ചാൽ മാത്രമേ തലയിൽ കയറുള്ളൂ, അങ്ങനെയുള്ളവരുണ്ട്. പക്ഷെ എന്നാൽ ചിലർക്ക് എന്തുകൊണ്ടാണത് വന്നത്, പിന്നെ ആ കഥകളൊക്കെ അറിഞ്ഞിട്ട് പഠിക്കുന്നതാണ് ഇഷ്ടം. ഇപ്പോൾ ഞാനൊക്കെ അങ്ങനെയാണ് പഠിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മറന്നുപോകില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ഈ ക്ലാസ്സും ലൈവും ഒക്കെ കാണാം. അപ്പോൾ ആ ലൈവ് ഒന്ന് 2x അടിച്ച് കണ്ടിട്ട് ഈ ക്ലാസ് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഇതിൽ കൂടുതൽ വിശദീകരിക്കൊന്നും പോകുന്നില്ല. നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ഇപ്പോൾ മലയാളം ഞാൻ എടുത്തപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സിമ്പിളായി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് വന്നു, എന്താണ് വരാൻ കാരണം, ഇനി എങ്ങനെ വരും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ അങ്ങനെ പഠിപ്പിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഗ്രാമറൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ പൊതുവേ അങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്. അപ്പോൾ ഇതും അതുപോലെ തന്നെയാണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത് ഓൾറെഡി എനിക്ക് നെറ്റിനുണ്ടായിരുന്നതുകൊണ്ട് ഈ ടോപ്പിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അറിയാം. പിന്നെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രം മതി. പിന്നെ എങ്ങനെ വന്നു, എന്ത് വന്നു എന്നും കൂടെ ചേർത്ത് പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് മാക്സിമം ഷോർട്ടാക്കി എന്നാൽ കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് ഒന്ന് പഠിക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ യൂറോപ്യന്മാരുടെ ആഗമനം. യൂറോപ്യന്മാർ എന്തിനാണ് ഇന്ത്യയിലേക്ക് ഇങ്ങോട്ട് ആഗമിച്ചത്? അതായത് നമ്മുടെ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ധാരാളം സുഗന്ധദ്രവ്യങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒരു സംഗതിയാണ് കൂടുതലും യൂറോപ്യന്മാരെ ഇങ്ങോട്ട് ആകർഷിച്ചത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ അടുത്തുണ്ടെന്ന് അവരെങ്ങനെ അറിഞ്ഞു? അതായത് നമുക്ക് പണ്ട് മുതലേ അറബികളായിട്ട് വ്യാപാരം ഉണ്ടായിരുന്നു, പിന്നെ ചൈനക്കാരായിട്ടും ഉണ്ടായിരുന്നു. പ്രധാനമായിട്ട് അറബികളായിട്ടാണ്. അപ്പം നമ്മൾ രാജാക്കന്മാരുടെ സാമൂതിരിയുടെയൊക്കെ കേസ് പിടിക്കുമ്പോൾ നമ്മൾ പറയും, അറബികളുടെ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞു, അറബികളുമായിട്ട് അവർ ഭയങ്കര ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു, അവിടുത്തെ ജനങ്ങൾ ഉൾപ്പെടെ ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു, നമ്മൾ പഠിച്ചു. അപ്പോൾ ഇങ്ങനെ അറബികൾ ഓൾറെഡി നമ്മുടെ ഇന്ത്യയുമായിട്ട് വ്യാപാരത്തിലുണ്ടായിരുന്നു. ഈ അറബികൾ ഇവിടുന്ന് സുഗന്ധദ്രവ്യങ്ങൾ എല്ലാ ഭാഗങ്ങളിലും കൊണ്ടുചെന്ന് വ്യാപാരം നടത്തി. അങ്ങനെ ഇന്ത്യയിൽ ഇന്ന സംഗതി ഉണ്ട് എന്ന് യൂറോപ്യന്മാർ അറിഞ്ഞു. അപ്പോൾ ഒരു മുൻകാല ചോദ്യം, ഇന്ത്യയുമായി ആദ്യം തന്നെ വാണിജ്യ ബന്ധം ഉണ്ടായിരുന്ന വിദേശ ശക്തി ആരാണ്? അത് അറബികളാണ് കേട്ടോ, അത് അറബികളാണ്. ഇനി ഇന്ത്യയുമായിട്ട് വാണിജ്യബന്ധം ഉണ്ടായിരുന്ന ആദ്യ യൂറോപ്യന്മാരെന്ന് ചോദിച്ചാലാണ് ആര് വരുന്നത്? പോർച്ചുഗീസുകാർ. അപ്പോൾ ഇങ്ങനെ അറബികൾ വ്യാപാരം നടത്തി യൂറോപ്പിൽ എറിഞ്ഞു. അപ്പോൾ യൂറോപ്പിലെ പ്രത്യേകിച്ച് പോർച്ചുഗലിലെ രാജാവായ ഡോം മാനുവലിന് അതിയായ ആഗ്രഹം ഇന്ത്യയുമായിട്ട് വാണിജ്യം നടത്തണം എന്നുള്ളത്. അപ്പോൾ കരമാർഗമൊക്കെ വാണിജ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കരമാർഗം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പായി. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പടം കാണിച്ച് പറഞ്ഞുതരാം. ഓൾറെഡി ക്ലാസ്സിൽ കാണിച്ചതാണ്, എന്നാലും പടം ഉള്ളപ്പോൾ എനിക്കും എളുപ്പമാണ്, നിങ്ങൾക്കും എളുപ്പമാണ്. ഇത് വേൾഡ് മാപ്പ്, ഇതിൻ്റെ കുറച്ച് ഭാഗം. അപ്പോൾ ഈ കാണുന്നത് ഇന്ത്യ, ഈ കാണുന്നത് ആഫ്രിക്ക, ഈ കാണുന്നതാണ് എന്ത്? യൂറോപ്പ്. അപ്പോൾ ഈ യൂറോപ്പിൽ നിന്ന് കരമാർഗം ഇന്ത്യയിലേക്ക് വാണിജ്യം ഉണ്ടായിരുന്നു. ഏത് വഴി? കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന ഒരു പ്രദേശം വഴി ഇങ്ങോട്ട് ഏഷ്യയിലേക്ക് ഓടിക്കയറാൻ യൂറോപ്യന്മാർക്ക് എളുപ്പമായിരുന്നു. അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ വഴി വ്യാപാരം ഉണ്ടായിരുന്നു. 1453 ആയപ്പോഴേക്കും തുർക്കികൾ അഥവാ ഓട്ടോമാൻ സാമ്രാജ്യക്കാർ ഈ പറയുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ അങ്ങ് പിടിച്ചെടുത്താൽ പിന്നെ അവരുടെ ആണല്ലോ, തുർക്കികളുടെ ആണല്ലോ. അങ്ങനെ ഇപ്പോൾ ആരും ഓസിന് ഞങ്ങളുടെ ഇവിടെ കൂടെ വ്യാപാരത്തിന് പോകണ്ട എന്നൊരു ആറ്റിറ്റ്യൂഡ്. അഥവാ പോവുകയാണെങ്കിൽ എന്താ, അവരുടെ സ്ഥലത്ത് കൂടെ എൻ്റെ സ്ഥലത്ത് എന്തുണ്ടെങ്കിലും ഞാൻ എടുക്കും എന്ന് പറയുന്ന പോലെ അവിടെ കൂടെ വാണിജ്യം കഴിഞ്ഞ് പോകുന്നവരെ ചൂഷണം ചെയ്തൂടെ, സാധനം പിടിച്ചെടുത്തൂടെ. അപ്പോൾ പിന്നെ ഈ കഷ്ടപ്പെട്ട് യൂറോപ്യന്മാർ ഇവിടുന്ന് ഇങ്ങനെ കോൺസ്റ്റാന്റിനോപ്പിൾ വഴി ഇതുവഴി വരുന്നതുകൊണ്ട് അവർക്ക് വല്ല മെച്ചവും കിട്ടുമോ? ഇല്ല. അപ്പോൾ ഈ കരമാർഗം അങ്ങ് അടഞ്ഞുപോയി. അപ്പോൾ ഈ കരമാർഗമുള്ള വാണിജ്യപാതയ്ക്കൊരു പേരുണ്ട്. എന്താണ്? പട്ടുതുണിപ്പാത. പട്ടുതുണിപ്പാത അടഞ്ഞു പോയതോടുകൂടി യൂറോപ്യന്മാർക്ക് പുതിയൊരു വഴി കാണേണ്ടി വന്നു. അപ്പോൾ ഓൾറെഡി ഇതുകൂടെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നോർമലി പോർച്ചുഗീസുകാർ ആരെങ്കിലുമൊക്കെ ഇതുവഴി വന്നിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ കരമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ ഇതാണ്, പെറോഡ കോവിൽഹ അല്ലെങ്കിൽ പെട്രോഡ കോവിള എന്നും പറയും. ഈ രണ്ടും ഒരാളുടെ പേര് തന്നെയാണ്. ഇതിപ്പോൾ പോർച്ചുഗീസ് ലാംഗ്വേജിൽ ഉച്ചരിക്കുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഈ പറയുന്ന കോവിള ചുമ്മാ വന്നിട്ട് പോകുക മാത്രമല്ല, അങ്ങേര് ഏകദേശം ഒരു കൺസെപ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ. ഈ മേളിൽ ആഫ്രിക്ക ഉണ്ട്, പിന്നെ താഴെ വരുമ്പോൾ അവിടെ ആഫ്രിക്കയാണെന്ന് കേട്ടു. അപ്പോൾ ആഫ്രിക്ക ഇങ്ങനെ നീണ്ടു കിടക്കുകയാണെങ്കിൽ
ഇതുവഴി ചുറ്റി വന്നാലും കടൽ മാർഗം വന്നൂടെ എന്നൊക്കെ അദ്ദേഹം ആലോചിച്ചിരുന്നു. അപ്പം ഇങ്ങനെ ആലോചിച്ച കാര്യങ്ങളെല്ലാം ആ ഒരു ഐഡിയ അദ്ദേഹം കുറിപ്പുകളായി ഡയറിയിൽ കുറിച്ചു വെച്ചിരുന്നു. ഈ ഡയറി കുറിപ്പുകൾ പിന്നീട് നമ്മളുടെ പോർച്ചുഗലിലെ രാജാവായ ഡോൺ മാനുവൽ I, അതായത് നമ്മുടെ വാസ്കോഡ ഗാമേനെയൊക്കെ ഇങ്ങോട്ട് വിട്ടാളെ, പുള്ളി വായിച്ചു. അപ്പോൾ നമ്മുടെ ഈ പെറോഡയുടെ ഈ ഡയറി കുറിപ്പിൽ നിന്നാണ് ഇങ്ങനെ കറങ്ങി സമുദ്രമാർഗം ഈ പറയുന്ന ആഫ്രിക്കൻ മുനമ്പ് വഴി ഇതുവഴി ഇന്ത്യയിലേക്ക് വരാമെന്നൊരു ആശയം ഡോൺ മാനുവലിന് കിട്ടിയത്. ആശയം കിട്ടിയതോടുകൂടി വെറുതെ ഇരുന്നില്ല. സുഗന്ധദ്രവ്യങ്ങളോടുള്ള അടങ്ങാത്ത കൊതി മൂലം, ആഗ്രഹം മൂലം ഉടനെ തന്നെ ഓരോ സംഘങ്ങളെയായിട്ട് ഇങ്ങോട്ട് അയക്കാൻ തുടങ്ങി. പക്ഷെ എന്താ, ഈ അമിതമായ കാറ്റ് മൂലം പല കപ്പലുകളും തകർന്നടിഞ്ഞുപോയി. അങ്ങനെ ഇവിടം വരെയെങ്കിലും എത്താൻ പറ്റിയ ഒരാളുണ്ട്, അങ്ങനെ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് 1488 ബാർത്തലോമിയോ ഡയസിനെ നമ്മുടെ ഡോൺ മാനുവൽ ഇതുവഴി വിട്ടു. ബാർത്തലോമിയോ ഡയസ് ഇതുവഴി വന്നു, പക്ഷേ ഈ പറയുന്ന ഇവിടം വരെ എത്തി. അപ്പോൾ അതൊരു ശുഭപ്രതീക്ഷാമുനമ്പായിട്ട് തോന്നി. കാരണം ഇവിടം വരെയെങ്കിലും എത്താൻ പറ്റിയല്ലോ, ഒരു വലിയ കാര്യമല്ലേ. അങ്ങനെ ആഫ്രിക്കയുടെ ഈ മുനമ്പിനെ ശുഭപ്രതീക്ഷാ മുനമ്പ് അഥവാ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്നറിയപ്പെടാൻ തുടങ്ങി. പക്ഷേ ഇങ്ങോട്ട് ഇതിൻ്റെ തെക്കൻ തീരം ചുറ്റി ഇങ്ങോട്ട് എത്താനൊന്നും പറ്റിയില്ല. ഇവിടം വരെ എത്തി, അതൊരു ശുഭ സിഗ്നൽ അല്ലേ. അത് കഴിഞ്ഞിട്ടും ഓരോരുത്തരെ വെച്ച് ശ്രമിച്ചുവെങ്കിലും ഒന്നും നടന്നില്ല. അങ്ങനെയാണ് നമ്മുടെ 29 വയസ്സുള്ള യുവത്വം ആയിട്ടുള്ള നമ്മുടെ വാസ്കോഡ ഗാമ, അപ്പോൾ അങ്ങനെയുള്ള സ്മാർട്ട്നെസ് ഒക്കെ കണ്ടിട്ട് നമ്മുടെ ഡോൺ മാനുവൽ രാജാവിന് ഒരു പ്രതീക്ഷയായി, ഇവനെ കൊണ്ട് ചിലപ്പോൾ പറ്റുമായിരിക്കും. അങ്ങനെ കപ്പലുകളൊക്കെ സ്പെഷ്യലായിട്ട്, അതായത് 1-2 കാറ്റടിയിലൊന്നും തകരാത്ത രീതിയിൽ പുതിയ കപ്പലുകളൊക്കെ പണിതിട്ട് ആ ദൗത്യം നമ്മുടെ വാസ്കോഡ ഗാമയ്ക്ക് കൊടുത്തു. പിന്നെ അതിനു മുമ്പ് ഒരു പോയിന്റ് പറയാനുള്ളത്, ഇവിടെ ഭയങ്കര കാറ്റായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ മുനമ്പിനെ നമ്മളുടെ ബാർത്തലോമിയോ ഡയസ്, അതായത് പേരോർക്കാനേ വന്ന് വെറുതെ ആയിപ്പോയി, ഒന്നും പ്രയോജനം കിട്ടില്ല, വെറുതെ ആയിപ്പോയി എന്നുള്ള രീതിയിൽ ബാർത്തലോമിയോ ഡയസ് ആണ് വെറുതെ തിരിച്ചു പോകേണ്ടി വന്നു എന്നുള്ള രീതിയിൽ ബാർത്തലോമിയോ ഡയസിനെ ഒന്ന് ഓർക്കുക. പിന്നെ ഇവിടെ കൊടുങ്കാറ്റായതുകൊണ്ട് അങ്ങേരെ മുനമ്പിനെ കുറച്ച് വിശേഷണങ്ങൾ കൊടുത്തു. എന്താ കൊടുത്തത്? കൊടുങ്കാറ്റുകളുടെ മുനമ്പ് എന്ന് ഈ മുനമ്പിനെ വിശേഷിപ്പിച്ച് തരാം ബാർത്തലോമിയോ ഡയസ്. നേരിട്ട് കണ്ടതാണല്ലോ കൊടുങ്കാറ്റ്. അപ്പം ഇത്രയും കാര്യം. പിന്നെ ഈ പെറോഡ കോവിൽ അയാളാണ് ആദ്യം കരമാർഗം വന്നതെന്ന് ഇങ്ങനെ ഓർത്താൽ മതി. കരമാർഗമാകുമ്പോഴത്തേക്ക് ഫുഡൊക്കെ ആയിട്ട് പുള്ളി എന്താ പൊറോട്ടയാണ് കഴിച്ചത്. പിന്നെ കരമാർഗമാകുമ്പോൾ ഇരുട്ട് ഒക്കെ ആയിരിക്കും. അപ്പം മറ്റേ പെട്രോമാക്സ് ലൈറ്റും കത്തിച്ച് വെച്ചിട്ടാണ് വന്നത്. അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. അപ്പം അത് ക്ലിയർ ആണല്ലോ. അങ്ങനെ വാസ്കോഡ ഗാമയെ ദൗത്യം ഏൽപ്പിച്ചു. 1498 മെയ് 20 നമ്മുടെ ഈ വർഷം 2025 ചോദിച്ചു. അപ്പോൾ ഈ വർഷം നിങ്ങൾ പഠിച്ചു വയ്ക്കണം കേട്ടോ. വാസ്കോഡ ഗാമ ആദ്യമായിട്ട് വന്ന വർഷവും മാസവും മെയ് 20. മെയ് 20 ഈ ലിസ്ബണിൽ നിന്ന് നമ്മുടെ വാസ്കോഡ ഗാമ ഇങ്ങനെ കപ്പൽ വഴി ഒരു പ്രശ്നങ്ങളും കൂടാതെ, പ്രശ്നമൊക്കെ ഉണ്ടായി കേട്ടോ. അതായത് കപ്പലുകളിലൊക്കെ പ്രശ്നമുണ്ടായി. 4 കപ്പലുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അതിലൊരു കപ്പൽ പോയെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ 2020 PSCയുടെ ക്വസ്റ്റ്യനിൽ 3 കപ്പലായിരുന്നു. അപ്പോൾ നമ്മൾ 3 കപ്പലെന്ന് തന്നെ അങ്ങ് പഠിച്ചാൽ മതി. ഇപ്പോൾ നിങ്ങൾ ഉറുമി സിനിമയൊക്കെ കാണുമ്പോൾ അതിൻ്റെ നറേഷനിൽ വരെ 4 കപ്പലാണ് പറയുന്നത്. അത് വേണ്ട. പിന്നെ ഞാൻ വായിച്ച പല ടെക്സ്റ്റുകളിലും 4 കപ്പലാണ്. വേണ്ട, 3 കപ്പൽ, 3 കപ്പൽ ഓർത്താൽ മതി. ആ 3 കപ്പൽ വഴി ഇങ്ങോട്ട് വന്നു. അവിടെ നിൽക്കട്ടെ, 3 കപ്പൽ ഏതൊക്കെയാണ്? 3 കപ്പൽ സെൻറ്റ് ഗബ്രിയേൽ, സെൻറ്റ് റാഫേൽ, സെൻറ്റ് ബെറിയോ. ഓർത്ത് വയ്ക്കാൻ. മാലാഗയുടെ പേരിലുള്ള കപ്പൽ മെയിൻ കപ്പൽ, അതിൽ ഞാൻ തന്നെ ഇരുന്നോളാം, വാസ്കോഡ ഗാമ തന്നെ. പിന്നെ ഇപ്പുറത്തെ കപ്പൽ ഏതാണ്? സെൻറ്റ് ബെറിയോയും സെൻറ്റ് റാഫേലും. മാലാഗയാകുമ്പോൾ മാലാഗയുടെ തലയിൽ റായൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ റായുടെ കളക്ഷനൊക്കെ വെക്കാനായിട്ട് ഒരു കപ്പൽ യൂസ് ചെയ്യാം. അപ്പോൾ റാ കൂട്ടി തുടങ്ങുന്നത് സെൻറ്റ് റാഫേൽ ഇപ്പുറത്ത്. പിന്നെ മാലാഗയാകുമ്പോൾ മാലാഗയ്ക്ക് ഫുഡായിട്ട് ബെറിയൊക്കെ അർപ്പിക്കും. അപ്പോൾ ബെറിയുടെയൊക്കെ സ്റ്റോക്ക് ഇപ്പുറത്തെ കപ്പലിൽ. അപ്പോൾ ബെറി കൂട്ടിയിട്ടുള്ള കപ്പൽ ഇപ്പുറത്ത് സെൻറ്റ് ബെറിയോ. അങ്ങനെ 3 കപ്പൽ പഠിച്ചല്ലോ. ഗബ്രിയേൽ, റാഫേൽ, ബെറിയോ. 3 കപ്പലിൽ വാസ്കോഡ ഗാമ അങ്ങനെ ഇത് ചുറ്റി ഇവിടെ വന്നു. പിന്നെ ഒരു ദ്വീപിലെത്തിയ കഥയൊക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു. അവിടെ നിന്ന് ചില ഹെൽപ്പൊക്കെ കിട്ടി. പിന്നെ വാസ്കോഡ ഗാമ അത്ര നല്ല മനുഷ്യനൊന്നും അല്ലായിരുന്നു എന്ന് അറിയാനായിട്ട് വേഷം മാറി കടക്കൊള്ളക്കാരുടെ വേഷം ചെയ്തിട്ട് അവിടെ കണ്ട കപ്പലൊക്കെ കൊള്ളയടിച്ച കാര്യവും ഉപദ്രവിച്ച കാര്യമൊക്കെ ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞു, അതുകൊണ്ട് അത് പറയുന്നില്ല. അങ്ങനെ അങ്ങേര് ഈ പറയുന്ന ഇന്ത്യയിലോട്ട് പോയി. ഇന്ത്യയിലെ കോഴിക്കോട് കാപ്പാട്ട് കടപ്പുറത്ത് കാലുകുത്തി. എപ്പോൾ കാലുകുത്തി? 1498 മെയ്യിൽ കാലുകുത്തി. അങ്ങനെ അവിടുന്ന് പോകുന്ന എപ്പോഴാണെന്നറിയാവോ? 1497 അവിടുന്ന് പോന്നു. 98 ഇവിടെ എത്തിയത്. ഇവിടെ എത്തിയത് 98 317 ദിവസത്തോളം യാത്ര ചെയ്താണ് ഇവിടെ എത്തിയത്. ഇവിടെ എത്തിയത് കാപ്പാടാണ്. കാപ്പാടിലെ പന്തലായനി കടപ്പുറം. അപ്പോൾ ഓർത്ത് വയ്ക്കാൻ.
അങ്ങേര് കാപ്പാട് വന്നപ്പോഴത്തേക്ക് അവിടെ പന്തലൊക്കെ ഇട്ടിരിക്കുന്ന കടപ്പുറം. അപ്പോൾ തന്നെ അങ്ങോട്ട് തന്നെ ഷിപ്പ് അടുപ്പിച്ചു. അവിടെ എന്താണ് നല്ല ചുമന്ന എന്തോ പഞ്ചായത്ത് മീറ്റിംഗ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചുമന്ന പഞ്ചായത്ത്, ചേമഞ്ചേരി പഞ്ചായത്ത്, പന്തൽ ചേമഞ്ചേരി പഞ്ചായത്ത്. പിന്നെ കാല് കുത്തിയപ്പോൾ അവിടെ പാട് വന്നു കാപ്പാട് അറിയായിരിക്കും. അപ്പോൾ കാപ്പാട്, ചേമഞ്ചേരി പഞ്ചായത്ത്, പന്തലായനി കടപ്പുറം, ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കാണുമല്ലോ. അങ്ങനെ വാസ്കോഡ ഗാമ സാമൂതിരിയെ കണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് പോയി കേട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഫസ്റ്റ് ടൈം എന്തിനാണ് വാസ്കോഡ ഗാമയെ മാനുവൽ വിട്ടത്? കാരണം ബാക്കിയുള്ളവർക്കൊന്നും നടന്നില്ല. അപ്പോൾ ഇവനാണ് നല്ല സ്മാർട്ടാണ്. അപ്പോൾ ഇവരെ കൊണ്ട് പറ്റുമായിരിക്കുമെന്ന് വാസ്കോഡ ഗാമയെ പറ്റി ഡോം മാനുവൽ 1 അതിയായി വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസം രക്ഷിച്ചു. അങ്ങനെ പുള്ളിക്ക് ഇവിടം വരെ വരാൻ പറ്റി. പിന്നെ തിരിച്ച് 60 ലാഭമായിട്ടാണ് പോയത്. കോലത്തിരി കുറേ സാധനങ്ങളൊക്കെ കൊടുത്താൽ വിട്ടത്. അപ്പോൾ സക്സസ് ആയിട്ട് പുള്ളി തിരിച്ച് ലിസ്ബണിൽ എത്തുകയും ചെയ്തു. അപ്പോൾ ഒന്നാമത്തെ ദൗത്യം, ഒന്നാമത്തെ വരവ് സക്സസ് ആയിരുന്നു. ഇനി വാസ്കോഡ ഗാമ രണ്ടാം വരവ്. അതിനു മുമ്പൊരു കാര്യമുണ്ട്. ഈ ഒന്നാമത്തെ തവണ വന്നു, ഇത്ര ലാഭമായിട്ട് തിരിച്ചവിടെ ചെന്നപ്പോൾ നമ്മുടെ ഡോം മാനുവൽ 1 ഒത്തിരി സന്തോഷമായി. ഡോം മാനുവൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നീ ഭയങ്കര സംഭവം എന്നുള്ള രീതിയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വാസ്കോഡ ഗാമയ്ക്ക് ഒരു വിശേഷണവും കൊടുത്തു. പിന്നെ ധാരാളം സമ്മാനങ്ങളൊക്കെ നൽകി. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വാസ്കോഡ ഗാമയെ വിശേഷിപ്പിച്ച് ഡോം മാനുവൽ 1. പിന്നെ PSC ഓൾറെഡി ചോദിച്ചിട്ടുണ്ട് ഏത് രാജാവ് ഇങ്ങോട്ട് വിട്ടേന്ന്. ഡോം മാനുവൽ 1 ആണ് വാസ്കോഡ ഗാമയെ വിട്ടത്. ഇനി രണ്ടാം വരവ് 1502 ഫെബ്രുവരിയിലാണ്. എന്തിനാന്ന് ഓർമ്മയുണ്ടോ? വാസ്കോഡ ഗാമ പോയതിന് ശേഷം ഡോം മാനുവൽ വേറൊരാളെ ഇങ്ങോട്ട് വിട്ടല്ലോ. ആ നാവികൻ്റെ പേരെന്താ? പെട്രോ അൽവാരിസ് കബ്രാൾ. പെട്രോ അൽവാരിസ് കബ്രാൾ വന്നു. ഇവിടെ വന്നിട്ട് ചില വൃത്തികേടുകളൊക്കെ കാണിച്ചു. അതായത് അറബിക്കപ്പൽ അവിടെ കിടപ്പുണ്ടായിരുന്നു, അത് കത്തിച്ച് അറബികളെ തല്ലി. പിന്നെ അവിടെ നിന്ന് നാട്ടുകാരുമായിട്ട് തല്ലുകൂടി നമ്മുടെ കോഴിക്കോട് കടപ്പുറത്തെ കുറേ കുടിലുകളും കാര്യങ്ങളും ഒക്കെ കത്തിച്ചു, ചരക്കുകൾ കത്തിച്ചു, അങ്ങനെ കുറേ വൃത്തികേടുകൾ കാണിച്ചു. അപ്പോൾ പിന്നെ എന്തായാലും സാമൂതിരി അടിക്കുമെന്ന് ഉറപ്പായപ്പോഴത്തേക്ക് അവിടുന്ന് നേരെ കൊച്ചിയിലേക്ക് പോയി കൊച്ചി രാജാവിൻ്റെ ആതിഥ്യം സ്വീകരിച്ചു. പിന്നെ കൊച്ചിയിലേക്ക് പോയത് എന്നാണ്? ക്രിസ്മസ് ദിനത്തിലാണ്. അപ്പോൾ ഞാൻ ഓർത്ത് വയ്ക്കാൻ ക്ലാസ്സിൽ പറഞ്ഞാൽ ഇങ്ങേരുടെ പേര് അൽവാരിസ് കബ്രാൾ. അപ്പോൾ അരിവാൾ കൊണ്ട് ക്രിസ്മസിന് കേക്ക് മുറിക്കാൻ പോയതാണെന്ന് ഓർത്താൽ മതി. ഇപ്പോൾ ക്രിസ്മസ് ദിനത്തിൽ കൊച്ചിയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? അൽവാരിസ് കബ്രാളാണ്. ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കൊച്ചിയിലെ ആതിഥ്യമൊക്കെ സ്വീകരിച്ച് പിന്നെ തിരിച്ചു പോകുന്നൊരു പോക്കിൽ കോഴിക്കോട് വഴിയാണല്ലോ പോകുന്നത്. സാമൂതിരിയുടെ സൈന്യം പിടിച്ച് നല്ല രീതിയിൽ കൊടുത്തു. പക്ഷെ അങ്ങേര് ഭാഗ്യത്തിൻ്റെ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു അൽവാരിസ് കബ്രാൾ. പക്ഷെ കൂടെയുള്ള കുറേ പേരെയൊക്കെ ദ്വാർത്തെ ബർബോസ, എഴുത്തുകാരൻ, മഗല്ലൻ്റെ അളിയനെയൊക്കെ പിടിച്ചെടുത്തു. ആര്? നമ്മുടെ സാമൂതിരി. പിന്നെ മഗല്ലൻ്റെ അളിയനെ ഇവിടെ കുറേ നാൾ നിർത്തി. അങ്ങേര് ഒരു ബുക്കൊക്കെ എഴുതി, കോസ്റ്റ് ഓഫ് ഈസ്റ്റ് ആഫ്രിക്ക ആൻഡ് മലബാർ. കാരണം ഈ കോസ്റ്റ് വഴി കറങ്ങി വന്നതാണല്ലോ. അപ്പോൾ ആഫ്രിക്കയുടെ ഈസ്റ്റ് കോസ്റ്റും പിന്നെ മലബാറിലും അതൊക്കെ അറിയാം. അപ്പോൾ പുള്ളി എന്തായാലും സഞ്ചാര സാഹിത്യകാരനാണ്. കപ്പലിൽ നടന്നു. ഈ മഗല്ലൻ്റെ കൂടെ കപ്പലിലൊക്കെ പോയി അവിടെ കണ്ടൊക്കെ എഴുതിക്കൊണ്ടിരുന്ന ഒരാളൊക്കെയാണ്. അപ്പോൾ ദ്വാർത്തെ ബർബോസ പിന്നെ സാമൂതിരി പിടിച്ചെടുത്തു. സാമൂതിരിയുടെ കൂടെ കുറേ നാൾ നിർത്തി. ആ സമയത്ത് ഇങ്ങനെ ഈ ബുക്കൊക്കെ എഴുതി. അങ്ങനെ സാമൂതിരിയുടെ അടിയൊക്കെ കൊണ്ടിട്ട് നമ്മുടെ അൽവാരിസ് കബ്രാൾ തിരിച്ച് ഡോം മാനുവലിൻ്റെ അടുത്തേക്ക് ചെന്നു. ഡോം മാനുവലിന് അത് സഹിക്കുമോ? ഇല്ല. ഡോം മാനുവൽ ഉടനെ പറയും, ആരെ വിടും? ഗുണ്ടയെ വിടും. അതായത് നമ്മുടെ വാസ്കോഡ ഗാമയെ ഒന്നുകൂടെ വിടും. അവിടുത്തെ ആ വാണിജ്യ അധികാരം കൊണ്ടേ പോരാവുള്ളൂ എന്ന രീതിയിൽ വിടും. അങ്ങനെയാണ് രണ്ടാമത്തെ തവണ വാസ്കോഡ ഗാമ 1502 ഫെബ്രുവരിയിൽ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ രണ്ടാം വരവും പഠിച്ചു. എന്തിനായിരുന്നു എന്നും മനസ്സിലായല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ മൂന്നാം വരവാണ്. പിന്നെ മൂന്നാം തവണ നമ്മുടെ വാസ്കോഡ ഗാമയെ ഇങ്ങോട്ട് വിടുന്നത് 509 അല്ല കേട്ടോ, 24ആണ്. 524ആണ്. 1524. ഈ 1520 മുതൽ 1600 വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞാലിമാരുടെ കാലഘട്ടം. അതായത് ആ കുഞ്ഞാലി 1 ഒതുക്കാനായിട്ട് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന പോർച്ചുഗീസ് അധികാരിയായിട്ടുള്ള ദ്വാർത്തെ മെനസസിനെ കൊണ്ട് പറ്റില്ല. അപ്പോൾ ദ്വാർത്തെ മെനസസ് ഭരണത്തിൽ അപര്യാപ്തനാണെന്ന് തോന്നിയപ്പോൾ നീ ഒന്ന് പോയി ശരിയാക്കിയിട്ട് വാ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ വാസ്കോഡ ഗാമയെ മൂന്നാം തവണ ഇന്ത്യയിലേക്ക് നല്ല വൈസ്രോയി പദവിയോടുകൂടി വിടുന്നത് കേട്ടോ. വൈസ്രോയി ആയിട്ടാണ് സെപ്റ്റംബറിൽ നല്ല സെറ്റപ്പായിട്ട് വാസ്കോഡ ഗാമ വരുന്നത്. അങ്ങനെ വന്ന് പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ വാസ്കോഡ ഗാമ മരിച്ചു കഴിയുമ്പോൾ ഹെൻറി ഡി മെനസസ് ആ പകരം സ്ഥാനം ഏറ്റെടുക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെപ്റ്റംബറിൽ വന്ന ആള് 3 മാസം കഴിയുമ്പോൾ ടെൻഷൻ കൊണ്ടായിരിക്കും ഡിസംബറിൽ മരിച്ചു പോവാണ്. അപ്പോൾ 1524 ഡിസംബർ 24 വാസ്കോഡ ഗാമ മരിച്ചു പോവും. ഭൗതിക ശരീരം അവർ തന്നെ പണിത സെൻറ്റ് ഫ്രാൻസിസ് പള്ളി ഉണ്ടല്ലോ, ഗോതിക് ശൈലിയിൽ പണിത
കൊച്ചിയിലെ അവിടെ അടക്കം ചെയ്യും. അത് ഞാൻ തിരിച്ച് ജെറോണിമസ് കത്തീഡ്രൽ ലിസ്ബണിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. അതാണ് വാസ്കോഡ ഗാമയുടെ കഥ. അപ്പം ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പിന്നെ ഈ പാതയുണ്ടല്ലോ, ഈ കറങ്ങി വരുന്ന പാത, ആ സ്പൈസിനോടുള്ള കൊതിയോടുകൂടി വന്ന പാത, ആ പാത അറിയപ്പെടുന്നത് സ്പൈസ് റൂട്ട് എന്നാണ് കേട്ടോ. അപ്പോൾ കരയിലുള്ളത് പട്ടുതുണിയും മറ്റേത് സ്പൈസ് റൂട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ എഴുതിയിട്ടുള്ള എല്ലാം നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. ഓക്കെ, ഇനി ഒന്ന് ഓടിച്ച് ഒന്ന് പറയുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ലൈവ് പോയി ഒരു 2x അടിച്ച് കാണണം കേട്ടോ. അടുത്ത നോക്കാം. ഇത് നമ്മുടെ ഫ്രണ്ട്ലി PSCയുടെ മലയാളം ബുക്കാണ്. അപ്പോൾ അറിയാത്തവർ ഒത്തിരി പേരുണ്ട്. അപ്പോൾ നമ്മുടെ ബുക്കിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ 2025 PSC ചോദിക്കുന്നുണ്ട്. നമ്മുടെ സിലബസ്, SCRT, PYQ എല്ലാം ചേർത്തിട്ടുള്ള ബുക്കാണ്. അപ്പോൾ വേണ്ടവർ വാട്സപ്പ് വഴി ബുക്ക് ഓർഡർ ചെയ്യുക. അടുത്തത് ഈ പോർച്ചുഗീസ് നാവികരുടെ പേരും വൈസ്രോയിമാരുടെ പേരൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺഫ്യൂഷൻ വരുമല്ലോ. അപ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കാര്യങ്ങളും പ്രധാനപ്പെട്ടതൊക്കെ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഓർമ്മ കിട്ടും. അപ്പോൾ ആദ്യം ഇങ്ങോട്ട് വന്നത്, ഇന്ത്യയിലേക്ക് വന്നത് 1498 മെയ് 20 വാസ്കോഡ ഗാമയാന്ന് പറഞ്ഞു. അപ്പോൾ വാസ്കോഡ ഗാമ എവിടെ എത്തി എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെ സാമൂതിരിയുടെ അടുത്ത് വന്നിട്ട് താൻ ലിസ്ബണിൽ നിന്ന് ഇങ്ങനെ ചരക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, അത് വിറ്റഴിക്കണം, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ലിസ്ബണിൽ നിന്ന് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നേക്കുന്ന ചരക്ക് കോഴിക്കോട്ട് ആവശ്യമില്ല, അപ്പോൾ അങ്ങനെ സംഭവിച്ചതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് സാമൂതിരി പറഞ്ഞു. അപ്പോൾ ചരക്ക് വിൽക്കൽ നടന്നില്ല. അപ്പോൾ വിൽക്കാൻ പറ്റാത്തതെന്ന് ഇവിടെ കുറച്ച് ഉപേക്ഷിച്ചോട്ടെ എന്ന് സാമൂതിരിയോട് ചോദിച്ചപ്പോൾ പിന്നെന്താ, പറയുന്ന പോലെ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ ചുങ്കം തന്നിട്ട് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ആരും ചെയ്യാതിരുന്ന, ആരെക്കൊണ്ടും പറ്റാവുന്നൊരു കാര്യം ചെയ്ത് വാസ്കോഡ ഗാമ ഇവിടെ വന്നിട്ട് നമ്മുടെ സാമൂതിരിയടുത്തൊന്നും നടന്നില്ലല്ലോ. മാത്രമല്ല സാമൂതിരി ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ അറബികളുമായിട്ട് നല്ല ടേംസിൽ നോർമലി വ്യാപാരം നടത്തും. ഇവിടെ പ്രത്യേകിച്ചൊരു വ്യാപാരത്തിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ വാസ്കോഡ ഗാമയ്ക്ക് വിഷമമായി. വാസ്കോഡ ഗാമ തിരിച്ച് പോകാൻ ഒരുങ്ങുമ്പോൾ കോലത്തു നാട്ടിൽ നിന്ന് ക്ഷണം കിട്ടി. അപ്പോൾ കോലത്തു നാട്ട് എവിടെയാണ്? ആ ലൈവിൽ ഞാൻ പറഞ്ഞു, കേരളത്തിൽ അന്ന് പ്രധാന 4 നാട്ടുരാജ്യങ്ങളായിട്ട് മേളിൽ കോലത്ത്, പിന്നെ കോഴിക്കോട്, പിന്നെ കൊച്ചി, പിന്നെ വേണാട്, തിരുവിതാംകൂർ. അപ്പോൾ ഇങ്ങനെയായിരുന്നു കിടന്നിരുന്നത്. അപ്പോൾ കോലത്തിരിയുടെ ക്ഷണം എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും മേളിൽ, അങ്ങനെ കോലത്തിരിയുടെ ക്ഷണം സ്വീകരിച്ച് വാസ്കോഡ ഗാമ അവിടെ പോയി കോലത്തിരി 60 ഇരട്ടി, ഇപ്പോൾ കൊണ്ടുപോയ സാധനത്തിൻ്റെ 60 ഇരട്ടി ലാഭം കിട്ടത്തക്ക രീതിയിലുള്ള സാധനങ്ങൾ നിറച്ചാണ് കൊടുത്തു വിട്ടത്. അതുമായിട്ടാണ് തിരിച്ച് വാസ്കോഡ ഗാമ മടങ്ങിയത് സന്തോഷത്തോടെ. പക്ഷെ മനസ്സിൽ അപ്പോഴും ഒരു സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ മടങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് അഞ്ചുദ്വീപിൽ എത്തും, അഞ്ചുദ്വീപായിലെത്തും. അവിടെ ചെല്ലുമ്പോൾ ഒരാൾ ഓടി ഇവരുടെ കപ്പലിലേക്ക് കയറും. കപ്പലിലേക്ക് കയറിയിട്ട് നിങ്ങൾ ലിസ്ബണിലേക്കാണോ സ്പെയിനിലേക്കാണോ, അപ്പോൾ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടെന്നുള്ള രീതിയിൽ ഒരാൾ പെർമിഷൻ ഒന്നും ചോദിക്കാതെ അകത്തേക്ക് കയറും. ഒരു ഗ്രനേഡക്കാരനായിരുന്നു. അപ്പോൾ വാസ്കോഡ ഗാമ ഇയാൾ ചാരനാന്ന് വിചാരിച്ചിട്ട് തിളച്ച എണ്ണക്കയുടെ മേത്തൊക്കെ ഒഴിക്കുന്ന കാര്യം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് വാസ്കോഡ ഗാമയ്ക്ക് മനസ്സിലായി ഇയാൾക്ക് ഇവിടുള്ള ഈ ഗതാഗത മാർഗം, ഇന്ത്യയെപ്പറ്റി നല്ല അറിവുണ്ട്, ഇന്ത്യയിലേക്കുള്ള വാണിജ്യ ബന്ധങ്ങളെയൊക്കെ പറ്റി ഈ മനുഷ്യന് നല്ല അറിവുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇവനെയും കൂടെ കൊണ്ടുപോകാം എന്ന് വിചാരിച്ചിട്ട് ഈ ഗ്രനേഡക്കാരനെ ലിസ്ബണിലേക്ക് കൊണ്ടുപോവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നോർമലി ഇവർ ആരെ കിട്ടിയാലും മതം മാറ്റും. കാരണം പോർച്ചുഗീസുകാർ കാത്തോലിക്സ് ആണ്. അപ്പം മതം മാറ്റും. അങ്ങനെ ഇയാളെ മതം മാറ്റി. ഇയാൾക്ക് ഗ്യാസ്പർഡ ഇന്ത്യ എന്നൊരു പേര് കൊടുത്തു. പിന്നീട് ഇയാൾ നമ്മുടെ അൽമേഡയായിട്ടും വാസ്കോഡ ഗാമയായിട്ടും ഒക്കെ നല്ല സുഹൃത്ത് ബന്ധത്തിലായതുകൊണ്ട് ഇയാൾക്ക് മറ്റു പേരുകളും കിട്ടി. എന്ത്? വാസ്കോഡ ഗാമ ഗ്യാസ്പർഡ ഗാമ എന്നും ഗ്യാസ്പർഡ അൽമേഡ എന്നുള്ള പേരൊക്കെ ഇയാൾക്ക് കിട്ടി. ഇയാളെ കിട്ടിയത് കൊണ്ടൊരു പ്രയോജനം ഉണ്ടായി. ഇന്ത്യയിലേക്കുള്ള യാത്രകൾ 502ലെയും 505ലേക്കുള്ള ഇന്ത്യയിലേക്കുള്ള യാത്രകളിൽ ഈ ഗ്യാസ്പർഡ ഇന്ത്യയും കൂടെ കൂട്ടി. കാരണം ഇയാൾക്ക് നല്ല ഐഡിയ ഉണ്ടല്ലോ വാണിജ്യത്തെയൊക്കെ പറ്റി, ഈ കപ്പൽ ഗതാഗതത്തെയൊക്കെ പറ്റി. അപ്പോൾ അയാളെയും കൂടെ കിട്ടി. അങ്ങനെ ഒന്നും കാണാതെ വാസ്കോഡ ഗാമ ഈ അഞ്ചുദ്വീപിൽ നിന്ന് ഇയാളെയും കൊണ്ട് നാട്ടിലേക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അയാളുടെ പോയിന്റ് അങ്ങ് കഴിഞ്ഞു. അപ്പോൾ വാസ്കോഡ ഗാമ അവിടെ പോയി പറഞ്ഞു, ഇങ്ങനെ സാമൂതിരി ഒരു രക്ഷയില്ല, അടുക്കുന്നില്ല, പക്ഷെ മറ്റേ കോലത്തിരിയൊന്നും വലിയ പ്രശ്നമില്ല. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുത്ത ട്രിപ്പിൽ വാണിജ്യം സെറ്റാക്കിയിട്ട് വേണം വരാൻ എന്ന് പറഞ്ഞ് നമ്മുടെ മാനുവൽ അടുത്ത ആളെ വിട്ടു. 1500 പെട്രോ അൽവാരിസ് കബ്രാൾ. അപ്പോൾ ആ കബ്രാളിൻ്റെ പേര് ഓർത്ത് വയ്ക്കാൻ അരിവാള് എന്ന ഒരു രീതി വെച്ചിട്ട് നമുക്ക് ഓർക്കാം. അങ്ങനെ പെട്രോ അൽവാരിസ് കബ്രാൾ 1500 സാമൂതിരിയുടെ അടുത്ത് വന്നു. പിന്നെ ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. ഇയാൾ അറബിക്കപ്പൽ കത്തിച്ചപ്പോൾ അറബികൾ ഇയാളെ ആക്രമിച്ചു, തിരിച്ചാക്രമിച്ചു. ഇത് കണ്ടുനിന്നിരുന്ന നാട്ടുകാർ തിരിച്ചാക്രമിച്ചു. അങ്ങനെ ആൽവാരിസ് കബ്രാൾ അവിടെ കണ്ടിരുന്ന കുടിലുകൾക്കും വ്യാപാര കപ്പലുകൾക്കും
ഒക്കെ തീ കൊടുത്തു. അങ്ങനെ അവിടെ മൊത്തം നല്ല രീതിയിൽ കോഴിക്കോട് കടപ്പുറം കത്തിച്ചിട്ട് ഇയാൾ നേരെ ജീവനും കൊണ്ട് ഓടി അങ്ങോട്ട്. കാരണം എന്താ, സാമൂതിരി വരുന്നതിന് മുമ്പ് ഇവിടുന്ന് പോകണമല്ലോ. നേരെ കൊച്ചിയിലേക്ക് പോയി. കൊച്ചിയിലേക്ക് അയാൾ പോയതെന്താണെന്നറിയാമോ? ക്രിസ്മസ് ദിനത്തിൽ. അപ്പോൾ ക്രിസ്മസ് ദിനത്തിൽ കൊച്ചിയിലേക്ക് പോയ നാവികനാണ് അൽവാരിസ് കബ്രാൾ. നമ്മുടെ കൂടെ എന്താ, അരിവാൾ കൊണ്ട് ക്രിസ്മസ് കേക്ക് മുറിക്കുക. അപ്പോൾ അതോർക്കുക. പിന്നെ കൊച്ചിയിലെ എഗ്രിമെൻറ്റ്, കൊച്ചി രാജാവ് കോട്ട കെട്ടാനുള്ള അനുമതിയൊക്കെ ഇയാൾക്ക് കൊടുത്തു. പിന്നെ തുറമുഖം തന്നെ കൊടുത്തു. അങ്ങനെ ഇങ്ങനെ ഉദ്ദേശിച്ചത് നടന്നു. കൊച്ചിയുമായിട്ട് ഒരു വ്യാപാര ബന്ധം, ഒരു തുറമുഖവും കോട്ട നിർമ്മിക്കാനുള്ള അനുമതിയൊക്കെ ഇയാൾക്ക് കിട്ടി. അങ്ങനെ കൊച്ചി രാജാവ് കൊടുത്ത കുറേ ആളുകളെയൊക്കെ ആയിട്ട് ഇയാൾ തിരിച്ച് പോർച്ചുഗലിലേക്ക് പോകുന്ന വഴി സാമൂതിരി അറ്റാക്ക് ചെയ്തു. സാമൂതിരി ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ദ്വാർത്തെ ബർബോസയെ പിടിച്ചെടുത്തു. ദ്വാർത്തെ ബർബോസയുടെ കൃതി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ദ്വാർത്തെ ബർബോസ എന്ന് പറയുന്നത് മഗല്ലൻ്റെ അളിയനാണ്. അപ്പോൾ അങ്ങേരെ എഴുതിയ കൃതിയാണ് കോസ്റ്റ് ഓഫ് ഈസ്റ്റ് ആഫ്രിക്ക ആൻഡ് മലബാർ. സാമൂതിരി പിടിച്ചെടുത്ത് സാമൂതിരിയുടെ കൂടെ നിർത്തിയേക്കുമായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് പിന്നെ കുറേ നാൾ കഴിഞ്ഞ് പുള്ളി ഒരു കൃതിയൊക്കെ എഴുതി. കാരണം അവർ വന്ന വഴിയല്ലേ, ഈസ്റ്റ് ആഫ്രിക്കയിൽ കൂടെ വന്നു, മലബാറിലേക്ക് വന്നു. അപ്പോൾ അവിടെ കണ്ട കാര്യമൊക്കെ പുള്ളി എഴുതി. ഈ മഗല്ലൻ്റെ കൂടെ പോയി കൃതികളൊക്കെ എഴുതിയ പരിചയമുണ്ടല്ലോ, കപ്പലിൽ സഞ്ചരിച്ച് അവിടെയുള്ള കൃതികളൊക്കെ പുള്ളി എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നതും പുള്ളി എഴുതി ആ ബുക്കിൽ. അപ്പോൾ ദ്വാർത്തെ ബർബോസ ആരുടെ കൂടാണ്? നമ്മുടെ അരിവാളിൻ്റെ കൂടെയാണ്. ഓക്കെ, പുള്ളി ലിസ്ബണിലേക്ക് പോയി. അതിൻ്റെ ഇടയ്ക്ക് ഒരു മനുഷ്യൻ വരുന്നുണ്ട്. ഇത് 1500 1501. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ പുള്ളി നേരെ വന്നു. ആ പേരിൽ തന്നെ ഒന്നുണ്ട്, ആരെയും നോവിപ്പിക്കാതെ വന്നിട്ട് തിരിച്ചുപോയി. അതായത് ജാവാഡ നോവ എന്ന് പറയുന്ന ഒരു പുള്ളി 1501 നാവികൻ, പോർച്ചുഗീസ് നാവികൻ വന്നു. അങ്ങേര് വന്നിട്ട് സാമുദ്രയുടെ അടുത്ത് വന്നിട്ട് രക്ഷയില്ലെന്ന് പുള്ളി ഊഹിച്ചു. നേരെ കോലത്തിരിയുടെ അടുത്തും പോയി, കൊച്ചിയിലും പോയി വ്യാപാരം നടത്തി തിരിച്ചങ്ങ് മടങ്ങി. അത് കഴിഞ്ഞിട്ട് അടുത്ത ആൾ വന്നു. എന്താ, ഇങ്ങേരെ സാമൂതിരി അറ്റാക്ക് ചെയ്തല്ലോ. അപ്പോൾ ചോദിക്കാൻ വന്നു വാസ്കോ ഡ ഗാമ. നമ്മളത് പഠിച്ചു. എന്നിട്ട് നേരെ വന്ന് കോലത്തിരിയുടെ അടുത്ത് ആദ്യം 5 ദ്വീപിൽ പോയിട്ട് അവിടെ അറബികളെയൊക്കെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കോലത്തിരിയുടെ നാട്ടിൽ പോവും. അത് കഴിഞ്ഞിട്ടാണ് കോഴിക്കോട് എത്തുന്നത്. കോഴിക്കോട് വന്നിട്ട് മുസ്ലിം വ്യാപാരികളെ ഇവിടുന്ന് പറഞ്ഞു വിടണം എന്ന് പറഞ്ഞു. എന്തായാലും സാമൂതിരി പറയും, സാമൂതിരി എന്തായാലും അതൊക്കെ പറയാൻ താനാരാടോ എന്ന് ചോദിക്കും. അപ്പോൾ അവിടെ പ്രത്യേകിച്ചൊന്നും നടന്നില്ല. അവിടുന്ന് പിന്നെ വാസ്കോ ഡ ഗാമ ഇങ്ങോട്ട് കൊച്ചിയിലേക്ക് പോന്നു. കൊച്ചി രാജാവുമായി ചില വാണിജ്യ കാര്യങ്ങളിലൊക്കെ എഗ്രിമെൻ്റായി. ഈ സമയത്ത് സാമൂതിരി കൊച്ചി രാജാവിന് കുറേ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അതായത്, ഒരു വിദേശ ശക്തിക്ക് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു അഭയം കൊടുക്കുന്നതിൻ്റെ ആവശ്യമില്ല, ഇവിടുന്ന് ഞാൻ ഓടിച്ച ആളാണ്, പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ കൊച്ചി രാജാവിന് മെസ്സേജുകൾ അയക്കുന്നുണ്ടായിരുന്നു, സന്ദേശം അയക്കുന്നുണ്ടായിരുന്നു. കൊച്ചി രാജാവ് മൈൻഡ് ചെയ്തില്ല. കാരണം എന്താ, ഇവരുടെ കയ്യിൽ തോക്കൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഈ പറയുന്ന അന്ന് നിലവിലുണ്ടായിരുന്നതിൽ നമ്മൾ സാമൂതിരി കുറച്ച് പവർഫുള്ളായിരുന്നു, അതിൽ കുറച്ച് താഴെയാകും കൊച്ചി. അപ്പോൾ കൊച്ചി രാജാവ് ചിലപ്പോൾ ഓർത്ത് കാണും, ഈ പോർച്ചുഗീസുകാരുടെ കൂട്ട് നമുക്കുണ്ടെങ്കിൽ ഈ സാമൂതിരിയെ ഒതുക്കിയിട്ട് ഞാൻ ഇച്ചിരി വലിയ രാജാവാകുമെന്ന് ഓർത്തു. അതായത് കൂടെ നിൽക്കുന്നവനെ തമ്മിൽ തല്ലിക്കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള ഒരാൾ, നമ്മുടെ പണ്ടത്തെ മുട്ടനാടിൻ്റെ കഥ പോലെയാവും. മുട്ടനാടുകൾ തമ്മിൽ കട്ടിപ്പിടിക്കുമ്പോൾ ചെന്നായ വരുന്നില്ലേ, അതുപോലെ തന്നെ അങ്ങേരെ ഒതുക്കാൻ ഇവരുടെ കൂടെ കൂട്ടുകൂടി. പക്ഷേ അവസാനം എന്താവുമെന്ന് നമ്മൾ കണ്ടു. അങ്ങനെ മൈൻഡ് ചെയ്യാതെ വന്നപ്പോൾ സാമൂതിരി പടയും നയിച്ചു വന്നു. അങ്ങനെ 1503 കൊച്ചി കോഴിക്കോട് യുദ്ധം ആരംഭിച്ചു. വാസ്കോ ഡ ഗാമ തിരിച്ചു പോവുകയും ചെയ്തു. പിന്നെ യുദ്ധം ചെയ്യാനായിട്ട് ഇവിടെ വന്ന ആളാണ് അൽബുക്കർക്ക്. 1502, അതായത് ഈ ഒരു സ്ഥലത്താണ് നമ്മൾ പഠിക്കേണ്ടത്. 1503 അങ്ങനെ 1503 നമ്മുടെ അൽബുക്കർക്ക് വരുന്നു. യുദ്ധത്തിൽ സാമൂതിരിയെ തോൽപ്പിക്കുന്നു. സാമൂതിരിയുടെ സൈന്യം പിന്മാറുന്നു. അപ്പോൾ അതിൽ സംതൃപ്തനായ നമ്മുടെ കൊച്ചി രാജാവ് കൊച്ചിയിൽ ഒരു കോട്ട കെട്ടാനായിട്ട് അനുമതി കൊടുക്കുന്നു. അങ്ങനെ 1503 അൽബുക്കർക്ക് മാനുവൽ കോട്ട പണിയുന്നു. മാനുവൽ കോട്ട അഥവാ പള്ളിപ്പുറം കോട്ട അഥവാ ആയിക്കോട്ട അഥവാ അഴിക്കോട്ട അഥവാ കൊച്ചിൻ കോട്ട അഥവാ വൈപ്പിൻ കോട്ട, ഇതെല്ലാം ആ കോട്ടയാണ്. അപ്പോൾ അത് ഈ ഒരു സമയത്ത്, അതായത് വാസ്കോ ഡ ഗാമയുടെ ഇവിടെ അൽബുക്കർക്ക് വരുന്നുണ്ട്. അപ്പോൾ അൽബുക്കർക്കിനെ ഇവിടെയും പഠിക്കണം. 1503 ഇവിടെ പഠിക്കണം. പിന്നെ വൈസ്രോയി ആയിട്ട് വരുന്നുണ്ട്, അവിടെയും പഠിക്കണം. ചിലർ ഇവിടെ പഠിക്കാതെ വൈസ്രോയി ആയത് പഠിക്കും. പിന്നെ ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ, ഈ മാനുവൽ കോട്ടയുടെ ക്വസ്റ്റ്യൻ വരുമ്പോൾ വർഷം തെറ്റിപ്പോവും. അപ്പോൾ അത് പറ്റൂല. ഈ വാസ്കോ ഡ ഗാമയെ 502 കഴിഞ്ഞിട്ട് യുദ്ധം ചെയ്യാനായിട്ട് അൽബുക്കർക്ക് വരുന്നുണ്ടെന്ന് തന്നെ പഠിക്കണം. അപ്പോൾ അതങ്ങനെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡോം മാനുവൽ വിചാരിക്കും കുറച്ചുകൂടെ പവർ കൊടുത്തിട്ട് വേണം പോർച്ചുഗീസിലേക്ക് വിടാനായിട്ട്. അതായത് കച്ചവട അധികാരം മാത്രമല്ല, അല്ലാത്ത ഒരു ഭരണാധികാരവും കൂടെ നേടിയെടുക്കത്തക്ക രീതിയിൽ കെൽപ്പുള്ള പവറുമായിട്ട് വേണം അടുത്ത ആളെ വിടാൻ എന്ന് മനസ്സിലാക്കിയ അങ്ങേര് ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി പദവിയോടെ, പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് ഇന്ത്യയിലേക്ക് അൽമേഡയെ 1505 വിട്ടു.
അൽമേഡ നമ്മുടെ കൂടെ എന്തായിരുന്നു, മേടകൾ എന്നും വീക്ക്നെസ് ആയിരുന്നു, അത് കോട്ട കെട്ടലാണ് പുള്ളിയുടെ പണി. അപ്പോൾ സെൻറ്റ് ആഞ്ചലോസ് കോട്ട, അൽമേഡ, മേട കോട്ട ഓർക്കുക. പിന്നെ അഞ്ചുദ്വീപ്, മലാക്ക, കൊച്ചി, കണ്ണൂർ ഇവിടെയൊക്കെ ഇങ്ങനെ പോയി കോട്ട കെട്ടി. അപ്പോൾ ഈ വെറുതെ ഇങ്ങനെ അധികാരം പിടിച്ചെടുക്കുന്ന പോലെ കോട്ട ഇങ്ങനെ പണിതുകൊണ്ടിരുന്നപ്പോൾ സാമൂതിരിക്കാകെ നെഞ്ചെടുപ്പായി. സാമൂതിരി ഇവന്മാരിത് എന്ത് പരിപാടിയാണ്, ചുമ്മാ വന്ന് അധികാരം സ്ഥാപിക്കുന്നത്. സാമൂതിരിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. വിദേശ ശക്തികൾ ഓടിക്കണം എന്നൊരു നയം സാമൂതിരിമാർക്കുണ്ടല്ലോ. അപ്പോൾ സാമൂതിരി തുർക്കികളുടെയും അറബികളുടെയും ഒരു സൈന്യം സംഘടിപ്പിച്ചിട്ട് ഈ പറയുന്ന അൽമേഡയുമായിട്ട് ഒരു യുദ്ധത്തിന് തയ്യാറായി. അൽമേഡ നൈസായിട്ട് അങ്ങേരുടെ മോനെ ലോറൻസോ അൽമേഡയെ വിളിച്ചു. ഈ യുദ്ധം അങ്ങേര് വന്ന് അടിച്ചമർത്തുകയും ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സാമൂതിരി കോലത്തിരിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ സംഭവം ഇങ്ങനെയാണ് നടക്കുന്നത്, കൊച്ചി അവരുടെ അടിമരാജ്യം പോലെയായി, ഇനി അടുത്തത് കോലത്തിരി ആയിരിക്കും. കാരണം ഞാൻ ശക്തനായതുകൊണ്ട് എൻ്റെ അടുത്ത് വരാൻ ചാൻസ് ഇല്ല, അടുത്തത് നിങ്ങളുടെ അടുത്താണ്, നിങ്ങളൊന്ന് കരുതിയിരുന്നോ എന്ന് പറഞ്ഞൊരു ശക്തി കൊടുത്തു. അപ്പോൾ കോലത്തിരി എന്ത് ചെയ്തു? അതുമാത്രമല്ല, കോലത്തിരിക്ക് പിന്നെ ഒരു ദേഷ്യം വന്നു. കാരണം കോലത്തിരിയുടെ അവിടെ അറബി വ്യാപാരികൾ നല്ല ടേംസിലായിരുന്നു. പക്ഷേ ഈ പോർച്ചുഗീസുകാർ വന്നിട്ട് അറബികളെ ഓടിക്കാൻ തുടങ്ങിയതോടെ കോലത്ത് നാട്ടിൽ അറബികളായിട്ടുള്ള വാണിജ്യം കുറച്ച് കുറഞ്ഞു. അപ്പോൾ അറബികളോട് മാന്യമായിട്ട് പെരുമാറണമെന്ന് കോലത്തിരി പോർച്ചുഗീസുകാരോട് പലതവണ ആജ്ഞാപിച്ചിട്ട് പോർച്ചുഗീസുകാരത് മൈൻഡ് ചെയ്തില്ല. ആ ഒരു ദേഷ്യം നമ്മളെ കോലത്തിരിയുടെ മനസ്സിലുണ്ട്. കോലത്തിരി ഒന്നും ആലോചിച്ചില്ല, നേരെ പോയിട്ട് സെൻറ്റ് ആഞ്ചലോസ് കോട്ട ഉപരോധിച്ചു. സെൻറ്റ് ആഞ്ചലോസ് കോട്ടയ്ക്ക് ചുറ്റും തൻ്റെ സൈന്യത്തെ വിന്യസിച്ചു. ഒരു പോർച്ചുഗീസുകാരെ പോലും പുറത്തിറക്കത്തില്ല എന്നൊരു രീതിയിൽ 4 മാസം ഉപരോധിച്ചു. അങ്ങനെ പോർച്ചുഗീസുകാർ കുറേ പേര് ഇങ്ങനെ മരിച്ചു പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഡാ കുൻഹയുടെ നേതൃത്വത്തിൽ പോർച്ചുഗീസ് പട്ടാളം വരികയും, PYQ ആണ് പറയുന്നത്, ശ്രദ്ധിച്ചിരിക്കും, പോർച്ചുഗീസ് പട്ടാളം വരികയും ഈ പറയുന്ന ഉപരോധത്തെ തകർത്ത് കോലത്തിരിയെ തോൽപ്പിച്ച് കളഞ്ഞു. അപ്പോൾ ഓൾറെഡി സാമൂതിരിയും തോറ്റ ഒരവസ്ഥയിൽ വന്നിരിക്കുകയായിരുന്നല്ലോ, നേരത്തെ നമ്മൾ പറഞ്ഞു. അപ്പോൾ സാമൂതിരിക്ക് പിന്നെ കോലത്തിരിക്ക് വേറെ മാർഗ്ഗമില്ല. കോലത്തിരി എന്ത് ചെയ്തു? സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. അതാണ് 2025 PYQ ആയിട്ട് ചോദിച്ചത്. അതായത് പിന്നെ പോർച്ചുഗീസുകാർ പോകുന്നത് വരെ കോലത്ത് നാട്, കോലത്തിരി സമാധാനമായിട്ട് സൗഹൃദമായിട്ടായിരുന്നു പോർച്ചുഗീസുകാരോട് നിന്നത്. 2025 PYQ കിട്ടിയല്ലോ. അപ്പോൾ ആ ഒരു സമാധാന ഉടമ്പടി ആരുടെ സമയത്താണ്? മോനെയൊക്കെ വിളിച്ച് തല്ലാമെന്ന് ആരാണ്? അൽമേഡയുടെ സമയത്ത് സമാധാനം, കോലത്തിരി. പോയിന്റ് കിട്ടിയല്ലോ. അത് കഴിഞ്ഞിട്ട് അതോടുകൂടി സാമൂതിരിയും കോലത്തിരിയും ഒതുങ്ങിയ സ്ഥിതിക്ക് പിന്നെ പവർഫുൾ ആരാണ്? നമ്മുടെ അൽമേഡ നീലജല നയം പ്രഖ്യാപിച്ചു. അതായത് ഈ സമുദ്രത്തിൻ്റെ അധിപരം ഞങ്ങൾ തന്നെയാണ് എന്ന് പ്രഖ്യാപിച്ചു. പിന്നെ ഒരു പോയിന്റ് വിട്ടുപോയി, കാർട്ടസ് വ്യവസ്ഥ. ഈ പോർച്ചുഗീസുകാർ നടപ്പാക്കിയ ഒരു പാസ് വ്യവസ്ഥയാണ് കാർട്ടസ് വ്യവസ്ഥ. അതായത് കടലിലൂടെ വാണിജ്യം ചെയ്യുന്നതിന് മറ്റു രാജ്യക്കാർ എന്ത് കൊടുക്കണം? ഇവർക്കൊരു പാസ് കൊടുക്കണം. പൈസ കൊടുത്തിട്ട് ആ പാസ് വാങ്ങണം, ചുങ്കം കൊടുത്ത് പാസ് വാങ്ങണം. ആ പാസിൻ്റെ പേരാണ് കാർട്ടസ് വ്യവസ്ഥ. അപ്പോൾ അതൊരു കാർഡാണ്, പാസ്സാണ്. അപ്പോൾ അതിൽ ഈ പറയുന്ന കപ്പിത്താന്മാരുടെ വിവരം, ഡീറ്റെയിൽസ്, പേര്, ഈ കപ്പലിലുള്ള ചരക്ക്, പിന്നെ അതിൽ എന്തൊക്കെ ജോലിക്കാരുണ്ട്, ആ ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ടുണ്ടാവും. പിന്നെ അതനുസരിച്ചിട്ട് ഇവർക്ക് ഒരു നിശ്ചിത തുക കൊടുത്ത് ഈ കാർട്ടസ് പാസ് മേടിച്ചാൽ മാത്രമേ കടലിലൂടെ പോകാൻ അനുവദിക്കുള്ളൂ. അഥവാ മേടിച്ചില്ലെങ്കിൽ അവരെയൊക്കെ കൊല്ലും, അല്ലെങ്കിൽ കപ്പൽ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ കാർട്ടസ് വ്യവസ്ഥ കൊണ്ടുവന്നത് ആരാണ്? 2025 PYQ ആയിട്ട് ചോദിച്ചു PSC, പോർച്ചുഗീസുകാർ. അപ്പോൾ നീലജല നയം നടപ്പാക്കിയത് ആരാണ്? അൽമേഡ. അത് ഓർത്ത് വയ്ക്കാൻ. മേടയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പുറത്ത് നീലജലം കാണാം. അപ്പോൾ അത് മൊത്തം എൻ്റെയാണ്. ഞാൻ നോക്കുമ്പോൾ കാണുന്ന നീലജലം മൊത്തം, മേടയിൽ നിൽക്കുമ്പോൾ ഞാൻ നോക്കുന്ന നീലജലം മൊത്തം എൻ്റെയാണ്. അതിലേക്ക് പോകാനുള്ള അധികാരം ഞങ്ങൾക്ക് പോർച്ചുഗീസുകാർക്കാണ്. അത് മൊത്തം ഞങ്ങളുടെയാണ്. അങ്ങനെ ഓർക്കണം കേട്ടോ, അല്ലെങ്കിൽ വേറെ അവരുമായിട്ട് തിരിഞ്ഞു പോകും. പിന്നെ അടുത്ത ആളാണ് നമ്മുടെ അൽബുക്കർക്ക്, അടുത്ത വൈസ്രോയി ആയിട്ട് വന്നത്. അപ്പോൾ ഫസ്റ്റ് വൈസ്രോയി ആയിട്ട് ഇങ്ങനെ വന്നത് 1505 അടുത്ത വൈസ്രോയി, രണ്ടാമത്തെ വൈസ്രോയി ആയിട്ട് അൽബുക്കർക്കാണ് വന്നത്. അപ്പോൾ അൽബുക്കർക്ക് എന്തൊക്കെ ചെയ്തു എന്ന് ഞാൻ ലൈവിൽ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയാം. അൽബുക്കർക്ക് കുറേ നല്ല കാര്യങ്ങൾ ചെയ്തു, കുറേ കാര്യങ്ങൾ നടപ്പിലാക്കി. ഈ അൽബുക്കർക്കിൻ്റെ പ്രവർത്തനം വഴിയാണ് ഈ പോർച്ചുഗീസ് ശക്തി കുറച്ചുകൂടെ വ്യാപിച്ചത് ഇന്ത്യയിൽ. അപ്പം അതുകൊണ്ട് നമ്മുടെ അൽബുക്കർക്കിനെ ഇന്ത്യയിലെ പോർച്ചുഗീസ് സാമ്രാജ്യ സ്ഥാപകൻ എന്ന് പറയാം കേട്ടോ. പോർച്ചുഗീസ് സാമ്രാജ്യ സ്ഥാപകൻ അൽബുക്കർക്കാണ്. പിന്നെ അൽബുക്കർക്ക് മെയിനായിട്ട് ഇവിടെ ചെയ്തത്, അൽബുക്കർക്ക് ഇവിടെ സാമുദ്രിയെ ആക്രമിക്കാനായിട്ട് ഒരു കുട്ടിൻഹോ എന്ന് പറയുന്ന ഒരു പടയാളിയൊക്കെ ആയിട്ടാണ് വന്നത്, ഒരു നാവികനായിട്ടാണ് വന്നത്. പക്ഷേ സാമൂതിരി നല്ല ശക്തനാണല്ലോ. സാമൂതിരി കുട്ടിൻഹോവിനെ തോൽപ്പിച്ചു. അതോടുകൂടി അൽബുക്കർക്ക് ബുദ്ധിപരമായ ഒരു തീരുമാനം എടുത്തു. ശക്തി കൊണ്ട് സാമൂതിരിയെ തോൽപ്പിക്കാനാവില്ല, അപ്പോൾ തന്ത്രപരമായിട്ട് കീഴടക്കണം. അതുകൊണ്ട് സാമൂതിരിയായിട്ട് ഒരു സമാധാന സന്ധിയിൽ ഒപ്പുവെച്ചു. 1513
കണ്ണൂർ സന്ധി. അതിനുശേഷം സാമൂതിരിയും പോർച്ചുഗീസുകാരും അത്യാവശ്യം സൗഹൃദമായ രീതിയിൽ കുറച്ച് നാൾ നിന്നു ഈ പറയുന്ന അൽബുക്കർക്കിൻ്റെ സമയത്ത്. പിന്നെ അൽബുക്കർക്ക് ഇവിടെ നടപ്പിലാക്കിയത് മിശ്ര കോളനി വ്യവസ്ഥ. പോർച്ചുഗീസുകാർ കൊണ്ട് ഇവിടുത്തെ സ്ത്രീകളെ കല്യാണം കഴിച്ച് ഒരു മിശ്ര കോളനി വ്യവസ്ഥ. പിന്നെ 1510 ബീജാപ്പൂർ സുൽത്താനായിട്ടുള്ള മുഹമ്മദ് ആദിൽ ഷായിൽ നിന്ന് ഗോവ പിടിച്ചെടുത്തു. അപ്പോൾ ഗോവ ഇവരുടെ കയ്യിലായി. പിന്നെ കണ്ണൂർ സന്ധി കഴിഞ്ഞപ്പോഴത്തേക്ക് കൊച്ചിയിൽ നിന്ന് ആസ്ഥാനം ഗോവയിലേക്ക് അങ്ങ് മാറ്റി. സാമൂതിരിയായിട്ട് ഡീലായിട്ടാണല്ലോ, അപ്പോൾ കൊച്ചിയിൽ നിന്ന് ശല്യമൊന്നുമില്ലാതെ ഗോവയിലേക്ക് അങ്ങ് പോയി. അപ്പോൾ അവിടെ മുൻകാല ചോദ്യം, അതായത് പോർച്ചുഗീസ് ആദ്യ ആസ്ഥാനം എവിടെ? കൊച്ചി. എന്നെ എങ്ങോട്ട് മാറ്റി? ഗോവയിലോട്ട് മാറ്റി. പിന്നെ നമ്മുടെ അൽബുക്കർക്ക് ചെയ്തത് മിശ്ര കോളനി വ്യവസ്ഥ നമ്മൾ പറഞ്ഞു. പിന്നെ ഗോവ പിടിച്ചെടുത്തത് നമ്മൾ പറഞ്ഞു. 1510 വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് ഇങ്ങനെ നടപ്പിലാക്കിയ, അതായത് നമ്മുടെ ഇന്ത്യക്കാരെ അവരുടെ സൈന്യത്തിൽ ചേർത്ത് നാവിക പരിശീലനമൊക്കെ നല്ല രീതിയിൽ കൊടുത്തു. യുദ്ധ സംവിധാനവും നാവിക പരിശീലനം നല്ല രീതിയിൽ കൊടുത്തു. പിന്നെ ഇവിടെ സ്കൂളുകളൊക്കെ സ്ഥാപിച്ച വൈസ്രോയി അൽബുക്കർക്കാണ്. പിന്നെ നാണയ വ്യവസ്ഥ കൊണ്ടുവന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ്, പോർച്ചുഗീസ് പ്രവിശ്യകളിൽ സതിയൊക്കെ നിർത്തിയത് അൽബുക്കർക്കാണ്. ഇത്ര ഒരുവിധമായല്ലോ. പിന്നെ 1515 ആയപ്പോൾ അൽബുക്കർക്ക് മരിച്ചുപോയി കേട്ടോ. പിന്നെ അൽബുക്കർക്കിന് ശേഷം വന്ന വൈസ്രോയിമാർ, പോർച്ചുഗീസിൽ നിന്ന് വന്നവർ, ഈ ഭരണപരമായിട്ട് അത്ര നല്ലതൊന്നും അല്ലായിരുന്നു. പിന്നെ അഴിമതിയൊക്കെ നടത്തിയിരുന്നു. പിന്നെ ഈ മതനയമൊക്കെ വളരെ മോശമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യയിലുള്ളവർ പിന്നെ രാജാക്കന്മാരും ഒക്കെ പോർച്ചുഗീസുകാരെ ഭയങ്കരമായിട്ട് അങ്ങ് വെറുത്തു. പിന്നെ സാമൂതിരിയും വെറുത്തു തുടങ്ങി. പിന്നെ സാമൂതിരിയെ രക്ഷിക്കാൻ സാമൂതിരിയുടെ നാവികപ്പടയുടെ നേതാക്കൾ ആയിട്ടുള്ള കുഞ്ഞാലിമാരുടെ വരവാണ്. 1520 മുതൽ 1600 വരെ പിന്നെ കുഞ്ഞാലിമാരാണ്. അപ്പോൾ കുഞ്ഞാലി മെയിനായിട്ട് 4 പേരുണ്ട്. കുഞ്ഞാലി 1, 2, 3, 4. അപ്പോൾ അവരുടെ കാര്യവും നമുക്കൊന്ന് പഠിക്കണം. കുട്ടി അഹമ്മദ് അലിയാണ് കുഞ്ഞാലി 1. അപ്പോൾ പുള്ളീനെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് വാസ്കോ ഡ ഗാമ 3ാമത് ഇവിടെ വന്നത്. പിന്നെ പുള്ളിയെ ഒതുക്കാനായിട്ട് മുന്നോട്ട് വന്നത് വാസ്കോ ഡ ഗാമ മരിച്ചു കഴിഞ്ഞ ഒരാൾ ചാർജ് എടുത്തില്ലേ, ഹെൻറി ഡി മെനസസ്. അപ്പോൾ അങ്ങേരാണ്. പിന്നെ ലാപ്പോവാസ് ഡി സാംബയോ എന്ന് പറയുന്ന ഗവർണർ വന്ന്, പോർച്ചുഗീസ് ഗവർണർ വന്ന് കുഞ്ഞാലിനെ പിടിച്ചു. കുഞ്ഞാലി 1നെ പിടിച്ചു. അങ്ങനെ കുഞ്ഞാലി 1 തടവിലായതോടുകൂടി പിന്നെ കുഞ്ഞാലി 2 ആക്രമണം തുടർന്നു. കുഞ്ഞാലി 2ൻ്റെ ആക്രമണം കൊണ്ട് പോർച്ചുഗീസുകാർ പൊറുതിമുട്ടി. അപ്പോൾ പുതിയൊരു പോർച്ചുഗീസ് ഗവർണർ ഇങ്ങോട്ട് വന്നു. അങ്ങേരുടെ പേരാണ് ന്യൂനാഡോ കുൻഹ. ന്യൂനാഡോ കുൻഹയുടെ ബുദ്ധിയാണ് ഈ ചാലിയങ്കോട്ട പണിത്. അതായത് ചാലിയങ്കോട്ടയിൽ നിന്ന് കഴിഞ്ഞാൽ കോഴിക്കോട് എന്ത് നടക്കുന്നു, സാമൂതിരി എങ്ങോട്ട് അനങ്ങുന്നു, നമ്മുടെ കുഞ്ഞാലിമാരെങ്ങോട്ട് അനങ്ങുന്നു, ഇതെല്ലാം നന്നായിട്ട് വ്യക്തമായിട്ട് നിരീക്ഷിക്കാൻ പോർച്ചുഗീസുകാർക്ക് പറ്റും. അപ്പോൾ ആ കോട്ട അങ്ങനെ പണിതു. അതുകൊണ്ടാണ് ഈ ചാലിയങ്കോട്ടയെ സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന് പറയുന്നത്. അപ്പോൾ അത് പണിത് ആരുടെ ബുദ്ധിയാണ്? ആരാണ് പണിതത്? ന്യൂനാഡോ കുൻഹയാണ്. അപ്പോൾ ചാലിയങ്കോട്ട. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കുഞ്ഞാലി 1നെ വധിച്ചു. പിന്നെ കുഞ്ഞാലി 2 ഓൾറെഡി നമ്മൾ പറഞ്ഞു ഭയങ്കര പോരാട്ടമായിരുന്നു. അങ്ങനെ നിരന്തരമായിട്ട് യുദ്ധം നടന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സാമൂതിരി പാപ്പരായി. പൈസയൊന്നും ഇല്ലാതെ ജനങ്ങൾക്കൊക്കെ ഒരു പട്ടിണി ഒക്കെ ആരംഭിച്ചു. അങ്ങനെ സാമൂതിരി തീരുമാനിച്ചു, ഒന്ന് ഡീലാവാം, കൈ കൊടുക്കാം, ഇനി യുദ്ധം തുടർന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അങ്ങനെ 1540 പൊന്നാനി സന്ധിയിൽ ഒപ്പിട്ടു. പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ സന്ധിയായി, യുദ്ധമൊക്കെ നിർത്തിവെച്ചു. അപ്പോൾ കുഞ്ഞാലി 2നെ തടവിലാക്കി. അത് കഴിഞ്ഞ് ഇനി കുഞ്ഞാലി 3 അതായത് പട്ടുമരക്കാർ എന്ന് പറയും. ഈ പട്ടുമരക്കാരുടെ സമയത്ത് പട്ടുമരക്കാരുടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. വിദേശ ശക്തികളുടെ ഹെൽപ്പോടുകൂടി തൻ്റെ സൈന്യം ഡെവലപ്പ് ചെയ്തു. അപ്പോൾ പട്ടുമരക്കാരുടെ സൈന്യം കുറച്ചുകൂടെ സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ പട്ടുമരക്കാരും പിന്നെ നമ്മുടെ സാമൂതിരിയും മറ്റ് സഖ്യകക്ഷികളും ചേർന്ന് ചാലിയങ്കോട്ട തിരിച്ചു പിടിച്ചു. അപ്പോൾ ചാലിയങ്കോട്ട തിരിച്ചു പിടിച്ചത് ആരുടെ സമയത്താണ്? കുഞ്ഞാലി 3ൻ്റെ സമയമാണ്. പിന്നെ അടുത്തത് കുഞ്ഞാലി 4. കുഞ്ഞാലി 4 ഏറ്റവും ശക്തനായിട്ടുള്ളത്. ഈ 4 പേരിലും ഏറ്റവും ശക്തനായിട്ടുള്ളത് കുഞ്ഞാലി 4. നിങ്ങൾ ആ കുഞ്ഞാലി മരക്കാർ സിനിമയിൽ ആ മോഹൻലാലിൻ്റെ ക്യാരക്ടറില്ലേ, അത് കുഞ്ഞാലി 4. അവസാനം സാമൂതിരിയും കുഞ്ഞാലിയും കൂടെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ചതിയിൽപ്പെടുത്തി ഈ കുഞ്ഞാലി 4നെ പിടിച്ചു കൊടുക്കും പോർച്ചുഗീസുകാർക്ക്. അവർ ഗോവയിൽ കൊണ്ടുപോയി കുഞ്ഞാലി 4നെ കൊല്ലുകയാണ്. ഈ ഇന്ത്യൻ സമുദ്രത്തിന്റെ അതിനായകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് മുസ്ലിങ്ങളുടെ രാജാവ്. അപ്പം 1600 ആകുമ്പോഴത്തേക്ക് കുഞ്ഞാലി 4 കൂടെ വധിക്കപ്പെടുകയാണ്. പിന്നെ സാമൂതിരിയുടെ വളരെ കഷ്ടമായിരുന്നു. കാരണം ഇവരിങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് പോർച്ചുഗീസുകാർ അധികം അടുക്കാതിരുന്നത്. പിന്നെ സാമൂതിരിയുടെ കാര്യം വളരെ കഷ്ടത്തിലായി. പിന്നെ ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചത് പോർച്ചുഗീസ് സംഭാവനയാണ്. അത് നിങ്ങൾ ആ ലൈവ് കണ്ടാൽ മതി. അതിൽ കോഡ് ഇട്ടാൽ പഠിപ്പിച്ച് ആ കോഡ് പറഞ്ഞാൽ ഒത്തിരി സമയം പോകും. നിങ്ങൾ ആ ലൈവ് കണ്ടു കഴിഞ്ഞാൽ കോഡോടുകൂടി സംഭാവന ഫുള്ളായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡച്ചുകാരൊക്കെ വന്നു കഴിഞ്ഞ് പോർച്ചുഗീസുകാരുടെ സ്വാധീനം ഇവിടെ കുറഞ്ഞു. പിന്നെ പോർച്ചുഗീസുകാർ 1498 വന്നിട്ട് 1961 തിരിച്ചു പോകുന്നത്. അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാണ് അവർ ഗോവ നമുക്ക് തിരിച്ചു തരുന്നത്. ഏറ്റവും ആദ്യം വന്ന് അവസാനം പോയി ഏറ്റവും കൂടുതൽ കാലം നമ്മളെ ഇവിടെ കീഴ്പ്പെടുത്തിയത്
പോർച്ചുഗീസുകാരാണ്. ആദ്യം വന്ന് അവസാനം പോയത് പോർച്ചുഗീസുകാരാണ്. അന്റോണിയോ വാസിലോ ഇ സെൽവയാണ് അവസാനത്തെ പോർച്ചുഗീസ് വൈസ്രോയി. അപ്പോൾ ഏകദേശം ഒരു ധാരണ, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഒന്ന് ഓടിച്ചു പറഞ്ഞു. അപ്പോൾ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം അറിയിക്കുക. പിന്നെ 7:30 ലൈവിൽ ഇന്ന് നമ്മൾ ഡച്ചുകാരുടെ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.